മിഗ്വൽ സപ്പോച്ചിനിക്കിന്റെ സംവിധാനത്തിൽ 2021 റിലീസ് ചെയ്ത ഫിഞ്ച് എന്ന മൂവിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. മനുഷ്യന്റെ ദുരുപയോഗങ്ങൾ കാരണം UV റേഡിയേഷൻ മുഴുവനായി ഭൂമിയിലേക്ക് അടിക്കുകയും അതുമൂലം ഭൂമിയിലുള്ള ജീവജാലങ്ങളൊക്കെ ഇല്ലാതാവുകയും ഇതിനിടയിലും കുറച്ചുപേർ അതിജീവിക്കുന്ന കഥയാണ് ഇത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നായകനായ ഫിഞ്ച് ഒരു സിറ്റിയിലൂടെ പാട്ടും പാടി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ അവൻ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാച്ചിൽ നിന്നും അലാറം അടിക്കുകയും UV റേഡിയേഷൻ ഹൈ ആണെന്നൊക്കെ കാണിക്കുകയും ടെമ്പറേച്ചർ 150 എത്തിയെന്നും കാണിക്കുന്നു. ശേഷം അവൻ മുന്നിൽ ഒരു സൂപ്പർ മാർക്കറ്റ് കാണുകയും അതിലേക്ക് കയറുകയും ചെയ്യുന്നു. കൂടെ അവന്റെ ഡൂയി എന്ന റോബോട്ടും കയറുന്നുണ്ട്. അങ്ങനെ അവന് വേണ്ട സാധനങ്ങൾ അവിടെ നോക്കുകയും ഇതിനിടെ അവിടെ കുറച്ച് ബോഡിയൊക്കെ കിടക്കുന്നത് അവൻ കാണുന്നു. പക്ഷേ അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടക്കുകയും അവന്റെ റോബോട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നു. ശേഷം അവൻ അവിടെ നിന്ന് ഒരു ഡോഗ് ഫുഡ് കിട്ടുകയും ചെയ്യുന്നു. ഇതിനിടെ വാതിലിന് ആരോ മുട്ടുന്നത് കേൾക്കുകയും അതോടെ അവൻ പേടിച്ച് അവിടെ ഒളിക്കുന്നു. ശേഷം അവൻ പതിയെ പുറത്തേക്ക് നോക്കുകയും അവൻ നോക്കുമ്പോൾ കാറ്റത്ത് വാതിലടയുന്ന ശബ്ദമാണത്. അതോടെ അവൻ ആശ്വസിക്കുകയും പുറത്തേക്ക് പോവുകയും സ്പ്രേ പെയിന്റ് വെച്ച് ഒരു ക്രോസ് ഇട്ടതിന് ശേഷം അവന്റെ ട്രക്കിനടുത്തേക്ക് പോവുകയും റോബോട്ടിനെ അതിൽ കയറ്റിയതിനു ശേഷം അവൻ ട്രക്ക് എടുത്ത് അവിടെ നിന്നും പോകുന്നു. അവൻ കയറിയ ബിൽഡിങ്ങുകളൊക്കെ അവൻ ക്ലിയർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനിടെ അവന്റെ വാച്ച് അലാറം അടിക്കുകയും അവൻ നോക്കുമ്പോൾ മുന്നിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് അവന് നേർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടെ അവൻ വണ്ടി നേരെ റിവേഴ്സ് എടുക്കുകയും വണ്ടി വളച്ചെടുത്ത് അവിടെയുള്ള വണ്ടിയൊക്കെ ഇടിച്ചു തെറിപ്പിച്ച് സ്പീഡിൽ പോകുന്നു. അങ്ങനെ അവൻ സ്പീഡിൽ പോവുകയും അവന്റെ സ്ഥലത്തെത്തുകയും ചെയ്യുന്നു. അതോടെ അവൻ റോബോട്ടിനെ ഇറക്കാൻ ശ്രമിക്കുമ്പോൾ കൊടുങ്കാറ്റ് അപ്പോഴേക്ക് അവിടേക്ക് എത്തുകയും അതിനുള്ളിലൂടെ അവൻ കഷ്ടപ്പെട്ട് ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറുന്നു. ശേഷം അവൻ അവന്റെ സ്യൂട്ട് അയച്ച് പൊടിയൊക്കെ തട്ടിക്കളയുകയും റോബോട്ടിന്റെയും പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് അവൻ കുളിക്കുന്നു. ശേഷം അവൻ ഒരുപാട് കുരക്കുകയും അതോടെ അവന് എന്തോ അസുഖമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ശേഷം അവൻ ഓഫീസിലെ ID കാർഡ് എടുത്തിടുന്നു. അവൻ മുന്നേ വർക്ക് ചെയ്ത ഓഫീസാണിത്. ഇവിടെയാണ് അവനിപ്പോൾ താമസിക്കുന്നത്. ശേഷം അവൻ താഴേക്ക് പോവുകയും അവന്റെ പ്രിയപ്പെട്ട നായ്ക്കുട്ടിയെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നീട് അവർ ഫുഡ് കഴിക്കാൻ നിൽക്കുമ്പോൾ ഡൂയി റോബോട്ട് അങ്ങോട്ട് വരികയും അവൻ കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ ഫിഞ്ചിന് കൊടുക്കുന്നു. ശേഷം ഫിഞ്ച് ഫുഡ് കഴിക്കുകയും പിന്നീട് ഫിഞ്ച് പണിയെടുക്കുന്ന ഹാളിലേക്ക് പോകുന്നു. ശേഷം അവൻ അവിടെയുള്ള പട്ടികളെ എങ്ങനെ നോക്കാം എന്നുള്ള ബുക്കിലെ ഫുൾ ഡാറ്റയും കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്യുകയും അവനവിടെ ഒരു റോബോട്ടിന്റെ തല ശരിയാക്കുന്നതും കാണിക്കുന്നു. ശേഷം ഫിഞ്ചും പട്ടിയും ഉറങ്ങാൻ കിടക്കുന്നു. പട്ടി ഉറങ്ങുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഫിഞ്ചിന് എന്തോ അസുഖമുണ്ട്. അവൻ പോയാൽ പട്ടിയെ ആരും നോക്കാനില്ല. അതോടെ അവൻ വീണ്ടും റോബോട്ടിനെ ശരിയാക്കാൻ നോക്കുകയും മറ്റു വഴികളില്ലാതെ ഡൂയി റോബോട്ടിന്റെ കണ്ണെടുത്ത് ആ വലിയ റോബോട്ടിനെ വെക്കുന്നു. ശേഷം അവൻ അതിനെ ഓൺ ചെയ്യുകയും അവൻ നേരത്തെ ശേഖരിച്ച ഡാറ്റ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ശേഷം ഫിഞ്ച് റോബോട്ടിനോട് പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റോബോട്ട് ഒന്നും അനങ്ങുന്നില്ല. ഇതിനിടെ പട്ടി ഉറക്കമെണീറ്റ് അങ്ങോട്ടേക്ക് വരുന്നു. ശേഷം മനസ്സിലാവുന്നുണ്ടെങ്കിൽ തല അനക്കാൻ പറയുകയും അതോടെ റോബോട്ട് തല അനക്കുന്നു. അതോടെ ഫിഞ്ചിന് വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. ഫിഞ്ച് ഒരു റോബോട്ടിക് എഞ്ചിനീയർ ആണ്. അതുകൊണ്ടാണ് ഫിഞ്ച് റോബോട്ടിനെയൊക്കെ ഉണ്ടാക്കുന്നത്. അതോടെ ഫിഞ്ച് തല അനക്കുന്നത് നിർത്താൻ പറയുകയും അതോടെ അത് നിർത്തുകയും ചെയ്യുന്നു. നിനക്ക് ഞാൻ പറയുന്നത് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ എന്ന് ഫിഞ്ച് ചോദിക്കുമ്പോൾ വീണ്ടും റോബോട്ട് തലയാട്ടുന്നു. അതോടെ അവൻ അതിന് സ്പീക്കർ വെക്കുകയും സംസാരിക്കാൻ പറയുകയും ചെയ്യുന്നു. അതോടെ അത് എന്തൊക്കെയോ സംസാരിക്കുകയും അവൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയാൻ പറയുന്നതോടെ ജിറാഫിന് വെള്ളം കുടിക്കാതെ ഒട്ടകങ്ങൾ ജീവിക്കുന്ന അത്ര ജീവിക്കാൻ പറ്റില്ല. ശേഷം ഫിഞ്ച് നിന്നെ പറ്റി പറ എന്ന് പറയുകയും റോബോട്ട് അവനെ പറ്റി തന്നെ വിവരിക്കുന്നു. ഒരിക്കലും ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ പാടില്ല. ഫിഞ്ച് മരിച്ചാൽ പട്ടിയെ റോബോട്ട് നോക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റൂൾ എന്ന് റോബോട്ട് പറയുമ്പോൾ ഫിഞ്ച് ആരാണെന്ന് നിനക്കറിയോ എന്ന് ഫിഞ്ച് ചോദിക്കുന്നു. അതോടെ അത് നിങ്ങളല്ലേ എന്ന് റോബോട്ട് പറയുകയും അതോടെ അതെ എന്ന് പറഞ്ഞ് ഫിഞ്ച് ചിരിക്കുന്നു. ശേഷം റോബോട്ട് നിങ്ങൾ എപ്പോഴാണ് മരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഫിഞ്ച് ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. ഇതിനിടെ അവിടെ കറന്റ് മുഴുവനായി കട്ടാവുകയും അതോടെ ഫിഞ്ച് മുകളിലേക്ക് കയറി ചെല്ലുകയും കട്ടായ കറന്റ് ശരിയാക്കുകയും ചെയ്യുന്നു. ശേഷം അവൻ കാലാവസ്ഥ ശ്രദ്ധിക്കുമ്പോൾ ദൂരെ നിന്ന് കൊടുങ്കാറ്റ് അവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടെ ഫിഞ്ച് താഴേക്ക് പോവുകയും കൊടുങ്കാറ്റ് നമുക്ക് നേരെ എത്തുന്നത് എപ്പോഴാണ് എന്ന് ഫിഞ്ച് ചോദിക്കുന്നു. അതോടെ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് നേരെ എത്തുമെന്ന് റോബോട്ട് പറയുകയും കൊടുങ്കാറ്റ് എത്ര ദിവസം ഉണ്ടാവുമെന്ന് ഫിഞ്ച് ചോദിക്കുമ്പോൾ 40 ദിവസം എന്ന് റോബോട്ട് പറയുന്നു. അതോടെ ഫിഞ്ച് പെട്ടെന്ന് തന്നെ റോബോട്ടിന്റെ കാലൊക്കെ ഫിറ്റ് ചെയ്യുകയും സാൻ ഫ്രാൻസിസ്കോ എന്ന സ്ഥലത്തേക്ക് പോവാൻ തീരുമാനിക്കുന്നു. ഇതിനിടെ ഫിഞ്ചിന്റെ മൂക്കിൽ നിന്നും രക്തം ഉറ്റി വീഴുന്നുണ്ടെങ്കിലും ഫിഞ്ച് അതൊന്നും കാര്യമാക്കുന്നില്ല. ശേഷം ഫിഞ്ച് നമ്മളിപ്പോൾ പോകുമെന്നൊക്കെ റോബോട്ടിനോട് പറയുമ്പോൾ ഡാറ്റ 72% മാത്രമേ കയറിയിട്ടുള്ളൂ എന്നൊക്കെ റോബോട്ട് പറയുന്നു. പക്ഷേ ഇനിയും നമ്മൾ ഇവിടെ തന്നെ നിന്നാൽ എല്ലാവരും മരിക്കും എന്ന് ഫിഞ്ച് പറയുകയും ശേഷം റോബോട്ടിനെ ഫിഞ്ച് നടക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇതോടെ അവൻ പതിയെ നടന്ന് പഠിക്കുന്നു. ഇതിനിടെ ഫിഞ്ച് അവന്റെ സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാവുമ്പോൾ റോബോട്ട് നടക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം ഫിഞ്ച് ഡൂയി റോബോട്ടിനെ വിളിക്കുമ്പോൾ റോബോട്ട് കണ്ണില്ലാത്തത് കാരണം അവിടെയും ഇവിടെയും തട്ടിയാണ് വരുന്നത്. ഇതിനിടെ പട്ടി ആ വലിയ റോബോട്ടിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് കൺട്രോൾ തെറ്റി വീഴുന്നു. ഇതിനിടെ ഫിഞ്ച് CCTV ക്യാമറ ഡൂയി റോബോട്ടിന് കണ്ണായി കൊടുക്കുന്നു. എന്നിട്ട് അവർ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങുകയും ഇവരുടെ വാനിലേക്ക് കയറുമ്പോൾ റോബോട്ട് സ്റ്റെപ്പിൽ ചവിട്ടുന്നതോടെ സ്റ്റെപ്പ് ഒടിഞ്ഞു പോകുന്നു. ശേഷം അവൻ എങ്ങനെയൊക്കെ കയറുകയും അതിൽ നിൽക്കുന്നതോടെ അവന്റെ തല മേലെ മുട്ടുന്നു. അതോടെ ഫിഞ്ച് വണ്ടിയെടുക്കാൻ റെഡിയാവുകയും ഞാൻ ഓടിക്കാമെന്നൊക്കെ റോബോട്ട് പറയുമ്പോൾ ആദ്യം നീ നടക്കാൻ പഠിക്കും എന്നിട്ട് നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാമെന്ന് ഫിഞ്ച് പറയുന്നു. ശേഷം ഫിഞ്ച് വണ്ടി മുന്നോട്ടേക്ക് എടുക്കുമ്പോൾ റോബോട്ട് ബാക്കിലേക്ക് തെറിച്ചു പോകുന്നു. അങ്ങനെ അവർ ഒരുപാട് യാത്ര ചെയ്യുകയും
ചോദിക്കുകയും ഇതിനിടെ റോബോട്ട് പുറത്തുള്ള ജനങ്ങളൊക്കെ എവിടെയെന്നൊക്കെ ചോദിക്കുന്നു. അതൊക്കെ വലിയ കഥയാണെന്ന് പറയുകയും ശേഷം അവർ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ തലയിൽ നിന്ന് എന്തോ ഇളകുന്നു എന്ന് റോബോട്ട് പറയുമ്പോൾ അതിൽ തൊട്ട് കളിക്കരുതെന്ന് ഫിഞ്ച് പറയുന്നു. ശേഷം ഫിഞ്ച് ഒരു സിറ്റിയിൽ വണ്ടി നിർത്തുകയും അത് ശരിയാക്കുകയും ചെയ്യുന്നു. എന്നിട്ടത് തിരിച്ചു ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു സ്ക്രൂ അവന്റെ തലയിൽ വീണു പോകുന്നു. ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങുകയും ഫുഡ് വല്ലതും കിട്ടുമോ എന്ന് നോക്കാൻ അവിടെയുള്ള ഒരു തിയേറ്ററിലേക്ക് കയറുന്നു. അവിടെ നിന്ന് ഫിഞ്ചിന് ഒരു പോപ്കോൺ കിട്ടുകയും അത് പുറത്തു കൊണ്ടുവന്ന് ഒരു വേസ്റ്റ് ബിന്നിന്റെ അടപ്പിൽ വെച്ച് അത് പൊട്ടിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ കണ്ട റോബോട്ട് എന്തോ അത്ഭുതം പോലെ നോക്കി നിൽക്കുന്നു. ഇതിനിടെ ഫിഞ്ച് കാലാവസ്ഥ ശ്രദ്ധിക്കുകയും അവർക്ക് നേരെ കൊടുങ്കാറ്റ് വരുന്നത് അവൻ കാണുന്നു. അതോടെ അവർ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറി വണ്ടിയെടുക്കുകയും സ്പീഡിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ സ്പീഡിൽ പോകുന്നുണ്ടെങ്കിലും കൊടുങ്കാറ്റ് അതിലും സ്പീഡിലാണ് വരുന്നത്. അതോടെ ഫിഞ്ച് അവിടെ വണ്ടി നിർത്തുകയും റോബോട്ടും ഫിഞ്ചും പുറത്തിറങ്ങിയതിനു ശേഷം വണ്ടിക്കടുത്ത് ഒരു ആണി അടിച്ചതിനു ശേഷം ഫിഞ്ച് വണ്ടി അതിൽ കെട്ടിവെക്കുന്നു. ശേഷം ഫിഞ്ച് രണ്ടാമത്തെ ആണി അടിക്കുകയും അതിൽ കെട്ടിവെച്ചതിനു ശേഷം മൂന്നാമത്തെ ആണി അടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല. ഇതിനിടെ റോബോട്ട് അത് അടിച്ചു കയറ്റുകയും ഫിഞ്ചിനോട് വണ്ടിയിലേക്ക് കയറാൻ പറയുകയും ചെയ്യുന്നു. ഇതോടെ ഫിഞ്ച് വണ്ടിയിലേക്ക് കയറുകയും റോബോട്ട് നാലാമത്തെ ആണി അടിച്ചതിനു ശേഷം അതും കെട്ടിയിടുന്നു. അപ്പോഴേക്ക് കാറ്റ് അങ്ങോട്ടേക്ക് എത്തുകയും റോബോട്ട് വണ്ടിയിൽ ഓടിക്കയറിയതിനു ശേഷം അവിടെ പിടിച്ചു നിൽക്കുന്നു. ഇതിനിടെ കാറ്റ് വളരെ ശക്തമാവുകയും ഫിഞ്ച് കെട്ടിയ രണ്ടാണിയും ഒടിഞ്ഞു പോകുന്നു. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം കാറ്റ് നിൽക്കുകയും എല്ലാവരും ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം ഫിഞ്ച് വെളിയിലേക്ക് ഇറങ്ങുന്നു. ശേഷം ഫിഞ്ച് ആണി ശ്രദ്ധിക്കുകയും അവൻ കെട്ടിയ രണ്ടാണിയും ഒടിഞ്ഞു പോയെന്ന് അവന് മനസ്സിലാവുകയും റോബോട്ടിനോട് നീ അടിപൊളിയായി ചെയ്തു എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. ഇതിനിടെ റോബോട്ടിന്റെ ഉള്ളിലുള്ള ആണി അവൻ തലയിളക്കി താഴെ കളയുന്നു. ശേഷം അവർ വണ്ടിയുടെ ടയർ ശ്രദ്ധിക്കുകയും അത് പഞ്ചറായതോടെ റോബോട്ട് സ്പെയർ ടയർ എടുത്തു വരുന്നുണ്ടെങ്കിലും പൊക്കാൻ ജാക്കില്ല എന്ന് ഫിഞ്ച് പറയുമ്പോൾ റോബോട്ട് അത് ഒരു കൈവച്ച് പൊക്കിക്കൊടുക്കുന്നു. ശേഷം അവർ ടയർ മാറിയിടുകയും നീ നല്ലൊരു ജാക്കാണെന്ന് പറയുകയും നിനക്കൊരു പേര് വേണമെന്നും ജാക്ക് എന്ന് ഇട്ടാലോ എന്ന് ഫിഞ്ച് ചോദിക്കുമ്പോൾ അത് വണ്ടി പൊക്കാനുള്ള ടൂളല്ലേ, അതുകൊണ്ട് ജാക്ക് എന്ന് വേണ്ട, വില്യം ഷേക്സ്പിയർ എന്ന പേര് ഞാൻ ഇട്ടാലോ എന്ന് റോബോട്ട് ചോദിക്കുമ്പോൾ അതൊക്കെ വേറെ ആൾക്ക് ഉണ്ടെന്ന് ഫിഞ്ച് പറയുന്നു. ശേഷം അവർ വണ്ടിക്കകത്ത് കയറുകയും കുത്തിയിരുന്ന് പേര് ആലോചിക്കുന്നു. ഇതിനിടെ റോബോട്ട് ഫിഞ്ചിന്റെ പട്ടിക്ക് പേരില്ലേ എന്ന് ചോദിക്കുകയും അവന്റെ പേര് ഗുഡിയർ ആണെന്ന് ഫിഞ്ച് പറഞ്ഞു കൊടുക്കുന്നു. അതോടെ റോബോട്ട് വീണ്ടും പേര് ആലോചിക്കുകയും ജെഫ് എന്ന് അവൻ തന്നെ അവന് പേരിടുന്നു. അത് നല്ലൊരു പേരല്ലേ എന്ന് ഫിഞ്ചിനോട് റോബോട്ട് ചോദിക്കുമ്പോൾ നല്ല പേരാണെന്ന് ഫിഞ്ച് പറഞ്ഞു കൊടുക്കുന്നു. ശേഷം അവർ ഈ പേര് ഉറപ്പിച്ചു എന്ന് പറഞ്ഞ് ഷേക്ക് ഹാൻഡും കൊടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ആയിരിക്കുന്നതാണ്. റോബോട്ടും പട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും കുരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഫിഞ്ച് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുകയും എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പട്ടിയുമായി സംസാരിക്കാൻ നോക്കുകയാണെന്ന് റോബോട്ട് പറയുന്നു. ശേഷം അവനെന്നെ ഇഷ്ടമല്ലെന്ന് റോബോട്ട് പറയുമ്പോൾ അതിന് സമയമെടുക്കുമെന്ന് ഫിഞ്ച് പറയുകയും അവരുടെ യാത്ര വീണ്ടും ആരംഭിക്കുന്നു. ഇതിനിടെ റോബോട്ട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയും അതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫിഞ്ചിന് വല്ലാതെ അസ്വസ്ഥത തോന്നുകയും വല്ലാതെ കുരക്കുകയൊക്കെ ചെയ്യുന്നു. അതോടെ ഫിഞ്ച് അടുത്തുള്ള റെസ്റ്റോറന്റിലേക്ക് വണ്ടി അടുപ്പിച്ച് നിർത്തുകയും വെയിൽ കൊള്ളില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഫിഞ്ച് റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്ക് പോവുകയും കുറച്ച് അവിടെ രക്തം ഛർദ്ദിക്കുന്നു. ഇതിനിടെ വണ്ടിയിൽ നിന്നും റോബോട്ട് പട്ടിയെ ഇറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പട്ടി ഇറങ്ങുന്നില്ല. അതോടെ ഫിഞ്ച് അങ്ങോട്ടേക്ക് വരികയും പട്ടിയെ വണ്ടിയിൽ നിന്നും ഇറക്കി റോബോട്ടിനോട് അവിടെ തന്നെ നിൽക്കാൻ പറയുന്നു. ശേഷം ഫിഞ്ചും പട്ടിയും റെസ്റ്റോറന്റിലെ മെനു നോക്കിയിരിക്കുമ്പോൾ റോബോട്ട് വണ്ടിയിൽ കയറി പാട്ടൊക്കെ ഇട്ട് വണ്ടി ഓടിക്കുന്നത് പോലെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനിടെ ഫിഞ്ച് പുറത്തേക്ക് ശ്രദ്ധിക്കുകയും അവൻ നോക്കുമ്പോൾ വണ്ടി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടെ ഫിഞ്ച് ചാടി പുറത്തേക്ക് ഇറങ്ങുകയും ഫിഞ്ച് നോക്കുമ്പോൾ വണ്ടി വെയിലത്താണ് ഉള്ളത്. നീയാണോ വണ്ടി ഓടിച്ചതെന്ന് ഫിഞ്ച് റോബോട്ടിനോട് ചോദിക്കുമ്പോൾ അത് ഉരുണ്ടുപോയതാണെന്ന് റോബോട്ട് പറയുന്നു. ശേഷം ഫിഞ്ച് എന്റെ UV റേഡിയേഷൻ സ്യൂട്ട് നീ ഇവിടെ കൊണ്ടെത്തരണമെന്ന് ഫിഞ്ച് വിളിച്ചു പറയുകയും റോബോട്ട് ഇതൊന്നും കേൾക്കുന്നില്ലെങ്കിലും ഓക്കെ എന്ന് പറഞ്ഞ് വണ്ടിക്കകത്ത് കയറുകയും റിവേഴ്സ് എടുക്കാനും തുടങ്ങുന്നു. അതോടെ ഫിഞ്ച് നിർത്താൻ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും റോബോട്ട് ഇതൊന്നും കേൾക്കുന്നില്ല. അതോടെ റോബോട്ട് വണ്ടി അവിടെ ഇടിച്ചു നിർത്തുന്നു. ശേഷം റോബോട്ട് പുറത്തേക്ക് ഇറങ്ങുകയും ഞാൻ അടിപൊളി ഡ്രൈവറല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഇതിനിടെ ഫിഞ്ച് അവനെ അടുത്തേക്ക് വിളിക്കുകയും ഫിഞ്ച് കൈ വെയിലത്ത് വെച്ച് അവന്റെ കൈ ഫ്രൈ ആവുന്നത് കാണിച്ചു കൊടുക്കുന്നു. പട്ടിക്കും മനുഷ്യർക്കൊന്നും ഈ വെയിൽ താങ്ങാൻ പറ്റില്ല, ഞങ്ങൾ വെയിലത്തിറങ്ങിയാൽ ഉടൻ തന്നെ ചാവും, നീ ഇന്നലെ ആയിരിക്കാം ജനിച്ചത്, പക്ഷേ നീ ഇത് വെച്ച് കളിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ചത്തുപോകും എന്ന് ഫിഞ്ച് പറയുമ്പോൾ റോബോട്ടിന് ഫീൽ ആവുന്നു. പിന്നീട് കാണിക്കുന്നത് അവർ വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. റോബോട്ട് ഇപ്പോൾ അവനോട് പിണങ്ങി പുറകിൽ ഇരിക്കുകയാണ്. അതോടെ ഫിഞ്ച് അവനെ വിളിക്കുമെങ്കിലും അവൻ വരുന്നില്ല. അതോടെ ഡ്രൈവിംഗ് പഠിക്കാനാണെന്ന് പറയുകയും അത് കേട്ട ഉടനെ അവൻ വരുന്നു. ശേഷം അവൻ പതിയെ വണ്ടി എടുക്കുകയും അവന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഫിഞ്ച് അവന് പറഞ്ഞു കൊടുക്കുന്നു. ശേഷം അവൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈഡിലൊക്കെ പതിയെ ഇടിക്കുന്നുണ്ടെങ്കിലും ഫിഞ്ച് അവനെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതോടെ അവൻ നല്ലൊരു ഡ്രൈവറായി തീരുകയും അവർ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അന്ന് രാത്രിയാവുകയും അവർ ഒരു സ്ഥലത്ത് ക്യാമ്പ് അടിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ ഫിഞ്ച് ഇന്ന് നല്ല തണുപ്പുള്ള രാത്രിയാണെന്നൊക്കെ പറയുമ്പോൾ എന്നാൽ നമുക്ക് രാത്രി യാത്ര ചെയ്താലോ എന്ന് റോബോട്ട് ചോദിക്കുമ്പോൾ അത് ഭയങ്കര ഡേഞ്ചർ ആണെന്ന് ഫിഞ്ച് പറയുകയും രാത്രി UV റേഡിയേഷൻ ഇല്ല, നല്ല തണുപ്പുമാണ്, പിന്നെ എന്താണ് ഡേഞ്ചർ എന്ന് റോബോട്ട് ചോദിക്കുകയും രാത്രി വിശന്നലഞ്ഞ് മനുഷ്യർ പുറത്തിറങ്ങും, അവർ കണ്ടാൽ മനുഷ്യരെ വരെ കൊന്നു തിന്നും, കാരണം അത്രയും വിശപ്പുണ്ടാവും അവർക്ക്, നീ ആരെയും വിശ്വസിക്കരുത് എന്ന് ഫിഞ്ച് പറയുകയും
പറയുകയും ശേഷം ഫിഞ്ചും പട്ടിയും ഉറങ്ങാൻ വേണ്ടി വണ്ടിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. റോബോട്ട് നോക്കുമ്പോൾ ഫിഞ്ച് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിഞ്ചിനിപ്പോൾ അസുഖം കൂടി വരികയാണ്. ഇതിനിടെ റോബോട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയും നീ പോയി ഒരു ഡോക്ടറെ വിളിക്കാൻ ഫിഞ്ച് തമാശയോടെ പറയുന്നു. അതോടെ റോബോട്ട് ഒരു തുണി നനച്ച് അവന്റെ തലയിൽ വെച്ചു കൊടുക്കുന്നു. ഇതൊക്കെ നായ്ക്കുട്ടി കണ്ട് അവനെ പതിയെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. അതോടെ ജെഫ് എന്ന റോബോട്ട് വണ്ടി മുന്നോട്ടേക്ക് എടുക്കുകയും അവരങ്ങനെ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇതൊന്നും അറിയാതെ ഫിഞ്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ പോയി ഒരു സിറ്റിയിലൂടെയൊക്കെ പോവുകയും റോബോട്ട് ഒരു ഹോസ്പിറ്റലിന്റെ മുന്നിൽ വണ്ടി നിർത്തുകയും ശേഷം അവൻ ഡൂയി റോബോട്ടിനെയും കൂട്ടി ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് പോവുകയും ഡൂയി റോബോട്ടിനെ താഴെ നിർത്തിയതിനു ശേഷം മുകളിലേക്ക് പോകുന്നു. ശേഷം കാണിക്കുന്നത് ഞെട്ടിയണിക്കുന്ന ഫിഞ്ചിനെയാണ്. ഫിഞ്ച് നോക്കുമ്പോൾ ഒരു ടൗണിലാണ് വണ്ടി കൊണ്ടിട്ടിരിക്കുന്നത്. ശേഷം ഫിഞ്ച് എണീക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് പറ്റുന്നില്ല. ഇതിനിടെ ജെഫ് വീണ്ടും മുന്നോട്ട് പോവുകയും അവിടെ ഗുളികയൊക്കെ കണ്ട് അവൻ അതൊക്കെ കളക്ട് ചെയ്യുന്നു. ശേഷം ഡൂയി റോബോട്ടിനെ കാണിക്കുകയും ഡൂയി റോബോട്ട് താഴെ നിന്നും സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരോ അവിടെ ട്രാപ്പ് വെച്ചതിൽ അത് കുടുങ്ങുകയും അത് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. ഇതിനിടെ ഫിഞ്ച് അങ്ങോട്ടേക്ക് എത്തുകയും ഇതൊക്കെ കണ്ട് ഫിഞ്ച് സങ്കടപ്പെടുകയും ഡൂയി റോബോട്ടിനെ ഓഫാക്കിയതിനു ശേഷം മുകളിലേക്ക് ഓടുന്നു. ശേഷം അവൻ ജെഫിനെ കണ്ടുപിടിക്കുകയും സ്ഥലം ഡേഞ്ചർ ആണെന്നൊക്കെ പറയുകയും ചെയ്യുന്നു. ഇതിനിടെ അവിടേക്ക് ആരോ വരുന്നത് അവർ കേൾക്കുകയും അവർ പെട്ടെന്ന് തന്നെ താഴേക്ക് ഓടുകയും ചെയ്യുന്നു. ഓടുന്നതിന്റെ ഇടയിൽ ഫിഞ്ചിന് ശ്വാസം മുട്ടുകയും ഡൂയി റോബോട്ട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവനെ അവർ കൊന്നു എന്ന് പറയുകയും ശേഷം അവർ വീണ്ടും താഴേക്ക് ഓടുകയും ഓടി വണ്ടിയിൽ കയറിയതിനു ശേഷം ഫിഞ്ച് വണ്ടി എടുക്കുന്നു. ശേഷം അവർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് ഒരു വണ്ടി സ്റ്റാർട്ടാവുന്നു. പക്ഷേ അവർ അതൊന്നും കാണുന്നില്ല. ശേഷം ഫിഞ്ച് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറുകയും ജെഫ് വണ്ടി ഓടിക്കാനും തുടങ്ങുന്നു. ഇതിനിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞ് റോബോട്ട് പറയാൻ ശ്രമിക്കുമ്പോൾ ഫിഞ്ച് അതിനെ സമ്മതിക്കുന്നില്ല. നീ കാരണമാണ് ഡൂയി മരിച്ചത്, ഇനി നീ ഒരു അക്ഷരം മിണ്ടണ്ട എന്ന് ഫിഞ്ച് പറയുകയും ഫിഞ്ച് ഒളിപ്പിച്ചു വെച്ച ഗൺ സെറ്റ് ചെയ്ത് വെക്കുന്നു. ശേഷം ഫിഞ്ച് പതിയെ ഉറങ്ങിപ്പോവുകയും എഴുന്നേൽക്കുമ്പോൾ രാത്രിയായിരിക്കുകയാണ്. അതോടെ ഫിഞ്ച് വെറുതെ കണ്ണാടിയിലേക്ക് നോക്കുകയും അവൻ നോക്കുമ്പോൾ ഒരു വണ്ടി അവരെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടെ എന്താണ് കാര്യമെന്നൊക്കെ റോബോട്ട് ചോദിക്കുമ്പോൾ നമ്മളെ ഒരു വണ്ടി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയുകയും ഫിഞ്ച് വണ്ടിയുടെ ലൈറ്റ് ഓഫ് ആക്കുകയും ചെയ്യുന്നു. ശേഷം നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഫിഞ്ച് ചോദിക്കുമ്പോൾ പറ്റുന്നുണ്ട് എന്ന് റോബോട്ടും പറയുന്നു. അതോടെ ഫിഞ്ച് വണ്ടിയുടെ സ്പീഡ് കൂട്ടാൻ പറയുകയും അതോടെ റോബോട്ട് വണ്ടി ചവിട്ടി വിടുന്നു. ഇതിനിടെ ഫിഞ്ച് ഡ്രൈവിംഗ് സീറ്റിന്റെ അടുത്ത് വന്നിരിക്കുകയും റോഡിന്റെ ഒരു വശത്ത് വളവ് കാണുന്നതോടെ വണ്ടി ഒരൊറ്റ വളക്കൽ വളക്കുകയും മുന്നിലേക്കുള്ള ടണലിലേക്ക് കയറ്റാൻ പറയുന്നുണ്ടെങ്കിലും ജെഫ് അവിടെ വണ്ടി നിർത്തുന്നു. അതിലേക്ക് കയറ്റിയാൽ വണ്ടിയുടെ മേലെ ഇടിക്കുമെന്നൊക്കെ ജെഫ് പറയുന്നുണ്ടെങ്കിലും ഫിഞ്ച് അതൊന്നും കേൾക്കാതെ വണ്ടിയുടെ ആക്സിലേറ്റർ അമർത്തി പിടിക്കുകയും ഇതോടെ വണ്ടിയുടെ മേലെ അവിടെ ഇടിച്ച് സോളാർ പാനൽ മുഴുവനായി പൊട്ടിപ്പോകുന്നു. അതോടെ ദൂരെ നിന്നും വണ്ടി വരുന്നത് അവർ കാണുകയും റോബോട്ട് പുറത്തേക്ക് പെട്ടെന്ന് ഇറങ്ങിയതിനു ശേഷം വണ്ടി തള്ളി ടണലിന്റെ ഉള്ളിലേക്ക് കയറ്റുന്നു. അതോടെ ആ വണ്ടി അവരുടെ അടുത്തെത്തുകയും അതിനു മുന്നേ റോബോട്ട് ടണലിൽ വണ്ടി കയറ്റുന്നു. ശേഷം റോബോട്ട് അവിടെ ഒളിച്ചു നിൽക്കുകയും അതോടെ ആ വണ്ടി മുകളിൽ വന്ന് നിൽക്കുകയും കുറച്ചു സമയം അവിടെ നിന്നതിന് ശേഷം അത് അവിടെ വിട്ടു പോകുന്നു. അതോടെ അവർക്ക് ആശ്വാസമാവുകയും ഫിഞ്ച് വണ്ടിയുടെ പുറത്തേക്ക് ഇറങ്ങുകയും പൊട്ടിയ സോളാർ പാനൽ നോക്കി ഇനി അതിജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. ഇതിനിടെ റോബോട്ട് അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും റോബോട്ടിനോട് അവൻ ദേഷ്യം പിടിച്ച് നീ വെറും ഒരു മെഷീനാണ്, നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോകുന്നു. അതോടെ റോബോട്ടും അവന്റെ ഒപ്പം വന്ന് ഇരിക്കുന്നു. ഇതിനിടെ റോബോട്ട് അവനോട് സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ബ്രിഡ്ജിൽ നമ്മൾക്ക് എത്താൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം എന്നൊക്കെ പറയുന്നു. ഇതിനിടെ ഫിഞ്ച് ഒരു കഥ പറയുകയും പണ്ടൊരിക്കൽ ഈ സോളാർ റേഡിയേഷൻ വന്നപ്പോൾ ഭക്ഷണത്തിന് വളരെ ക്ഷാമമായി. അങ്ങനെ ജനങ്ങൾ പരസ്പരം കൊള്ളയടിച്ചും കൊന്നും ആണ് ജീവിച്ചത്. അങ്ങനെ ഒരിക്കൽ ഞാനും ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്ന് നോക്കുമ്പോൾ എനിക്ക് അവിടെ നിന്ന് അവസാനത്തെ ഒരു നൂഡിൽസ് പാക്കറ്റ് കിട്ടി. ശേഷം ഞാൻ അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു അമ്മയും മോളും വന്നു. അവരുടെ കയ്യിലാണെങ്കിൽ ഒരുപാട് ഫുഡും ഉണ്ടായിരുന്നു. ഇതിനിടെ ഒരുത്തൻ വണ്ടിയും എടുത്ത് അങ്ങോട്ടേക്ക് വരികയും അവരുടെ നേർക്ക് തോക്ക് ചൂണ്ടി സാധനങ്ങളൊക്കെ കൊള്ളയടിച്ച് അവരെ രണ്ടുപേരെയും വെടിവെച്ചു കൊന്നു. ശേഷം അവൻ അവിടെ നിന്ന് പോയപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് പോയി. പക്ഷേ അപ്പോഴേക്കും അവർ രണ്ടുപേരും മരിച്ചിരുന്നു. ഇതിനിടെ ആ പെൺകുട്ടിയുടെ ബാഗിൽ നിന്നും ശബ്ദം കേട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഒരു നായ്ക്കുട്ടിയെ കിട്ടി. അവനാണ് ഇവൻ. അവരെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല, ഇവനെങ്കിലും രക്ഷപ്പെടണം എന്ന് ഫിഞ്ച് പറയുന്നു. അതോടെ റോബോട്ട് വീണ്ടും വണ്ടിയെടുത്ത് സാൻ ഫ്രാൻസിസ്കോ ലക്ഷ്യമാക്കി പോവുകയും ഇനി നമ്മൾ കുറച്ചു മാത്രമേ പോവാനുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും കേൾക്കാതെ ഫിഞ്ച് ഉറങ്ങുകയാണ്. ഇതിനിടെ റോബോട്ട് ഫിഞ്ചിന്റെ അച്ഛൻ ഫിഞ്ചിന് വേണ്ടി എഴുതിയ കത്ത് വായിക്കുന്നു. ഇതിനിടെ അലാറം അടിക്കുകയും UV റേഡിയേഷൻ ഇവിടെ വളരെ കുറവാണ് എന്ന് കാണിക്കുന്നു. ശേഷം ഒരു പൂമ്പാറ്റ ഗ്ലാസ്സിലിടിച്ച് ചാവുന്നു. അതോടെ ഫിഞ്ചിനെ റോബോട്ട് വിളിക്കുകയും അത് കണ്ട ഫിഞ്ച് സ്യൂട്ട് ധരിക്കാതെ പുറത്തേക്ക് ഇറങ്ങുന്നു. അതോടെ ഫിഞ്ചിന് ഒരുപാട് സന്തോഷമാവുന്നു. അതോടെ ഫിഞ്ച് നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് നല്ലൊരു സ്ഥലമൊക്കെ നോക്കി വിശ്രമിക്കുന്നു. ശേഷം അവർ ഒരുപാട് സംസാരിക്കുകയും ഇതിനിടെ റോബോട്ടിനോട് എന്റെ മരണശേഷം നീ പട്ടിയെ നല്ലോണം നോക്കണമെന്ന് സമ്മതിപ്പിക്കുകയും ഇതിനിടെ റോബോട്ട് പട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിഞ്ച് ബ്ലഡ് ഛർദ്ദിക്കുകയും അവനെ വാനിലേക്ക് കയറ്റാൻ പറയുകയും ചെയ്യുന്നു. ഇതിനിടെ അവൻ റോബോട്ടിനെ കെട്ടിപ്പിടിച്ചതിനു ശേഷം വാനിലേക്ക് കയറുകയും അവിടെ മരിക്കാൻ വേണ്ടി കിടക്കുന്നു. അതോടെ റോബോട്ട് സാധനങ്ങളൊക്കെ അടുക്കി വെക്കുകയും ഫിഞ്ച് മരിക്കുകയും അതോടെ പട്ടി ഉള്ളിൽ നിന്നും കരയുന്നത് റോബോട്ട് കേൾക്കുന്നു. അതോടെ റോബോട്ട് അവനെ അവിടെ ഇട്ട് ദഹിപ്പിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആയിരിക്കുകയാണ്. അതോടെ അവൻ വണ്ടിയിൽ ഫ്യൂൽ ഒഴിക്കുകയും പട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തതിനു ശേഷം സാൻ ഫ്രാൻസിസ്കോയിലെ ബ്രിഡ്ജിലേക്ക് അവർ വീണ്ടും യാത്ര
ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ ഒരുപാട് യാത്ര ചെയ്യുകയും ഒടുവിൽ അവിടെ എത്തുകയും ചെയ്യുന്നു. റോബോട്ട് നോക്കുമ്പോൾ ആ പാലത്തിൽ ഒരുപാട് ആൾക്കാർ അവരുടെ ഓർമ്മകൾ കുറിച്ചു വെച്ചിട്ടുണ്ട്. അതോടെ ആ പാലത്തിന്റെ ഫോട്ടോയിൽ ഫിഞ്ചും പട്ടിയും റോബോട്ടും നിൽക്കുന്ന ഒരു പടം വരച്ച് അതിൽ ഒട്ടിച്ചതിന് ശേഷം പട്ടിയെയും കൂട്ടി റോബോട്ട് ആ പാലത്തിലൂടെ നടക്കുമ്പോൾ സിനിമ അവിടെ വെച്ച് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ ഫ്രം RN.